3 ദിവസം ഒരു കുട്ടിയെ വീട്ടിൽ പിടിച്ച് പട്ടിണിക്കിട്ട് വന്നിട്ട് അന്ന് ഈ പോലീസുകാർ ഇടപെട്ടാകുന്നല്ലോ. ഈ പോലീസുകാർ ഈ ജീവൻ നഷ്ടപ്പെടുമോ? നാണം കെട്ട പോലീസ്. അതിന്റെ വില സാധനം പറഞ്ഞോ? അതുപോലെ തന്നെ DND ഒക്കെ ഉള്ള കാര്യങ്ങളുമായിട്ട് കൽപ്പറ്റ നിയോജകമണ്ഡലം BJP സമരപരിപാടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇന്നത്തെ പരിപാടിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് വയനാട് ജില്ലയുടെ പ്രഭാഷക മേഖല പ്രസിഡന്റുമായിട്ടുള്ള ജയചന്ദ്ര മാഷാണ്. മാഷ് ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ BJPയുടെ സംസ്ഥാന നേതാവ് സന്ദീപ് ജി വാര്യറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽജി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഉത്തരമേഖല വൈസ് പ്രസിഡന്റ് PG ആനന്ദകുമാർ, ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ, സദാന്തേട്ടൻ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഇവിടെ എത്തിയ എല്ലാ സമരകർത്താർക്കും, എല്ലാ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാജിമാൻ ചുരമലയെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, വെറ്ററിനറി കോളേജിലെ നല്ലവരായിട്ടുള്ള ഇവിടുത്തെ ജീവനക്കാരെ, അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട നേതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കരൾ നുറുങ്ങുന്ന ഒരു വേദനയിൽ നിന്നായിട്ട് പ്രതിഷേധമാണെന്ന് ഇവിടെ നമുക്കറിയാം. വാലന്റൈൻസ് ഡേ എന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ദിവസം, അത് ഏറ്റവും കൂടുതൽ ഇവിടെ ആഘോഷിക്കുന്നതും സദാചാര പോലീസാണെന്ന് മറ്റുള്ളവരെ മുദ്ര കുത്തുന്നതും SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയും DYFI എന്ന് പറയുന്ന യുവജന സംഘടനയും CPM എന്ന് പറയുന്ന ഒരു ബഹുജന പാർട്ടിയായിട്ടുള്ള ഒരു കിരാത സംഘടനയുമാണ്. അവരുടെ നേതൃത്വത്തിൽ ആ വാലന്റൈൻസ് ഡേക്കുണ്ടായ ചെറിയ കാര്യങ്ങൾ പെരുപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ, ഈ നാടിന്റെ ഒന്നാമന പുത്രനാകേണ്ടിയിരുന്ന, ഭാവി വാഗ്ദാനമാകേണ്ടിയിരുന്ന ഒരു വിദ്യാർത്ഥിയെ 3 ദിവസം പട്ടിണിക്കിട്ട് നഗ്നനാക്കി ഈ ക്യാമ്പസ് തോറും വലിച്ചിഴച്ചു കൊണ്ടുപോയി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പ് MV രാഘവൻ എന്ന അന്നത്തെ CPMന്റെ നേതാവ്, അദ്ദേഹം പാർട്ടി വിട്ടുപോയി. CPMന് തലവേദനയായ സമയത്ത് അയാളെ തോൽപ്പിക്കുവാൻ വേണ്ടി കാപ്പിനിശ്ശേരിയിലുള്ള പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ തീയിട്ട് മുയലും മാനും മയിലും അടക്കമുള്ള ഗുണ്ടാ പ്രാണികളെ ചുട്ടരിച്ച ക്രൂരത, ആ ക്രൂരതയ്ക്ക് ഒരു മാറ്റവും വരാതെ അതേപോലെ ഇന്നും ഇവർ കൊണ്ടു നടക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഇവിടെയുള്ള സിദ്ധാർത്ഥിന്റെ മരണം. നമുക്കറിയാം എങ്ങനെയാണ് ഇതൊരു CPMന്റെ രാവണൻകോട്ടയായി മാറിയത്. പുത്തുമല ഉരുൾപൊട്ടലുണ്ടായിരുന്ന സമയത്ത് അതിനൊരാഴ്ച മുമ്പ് ഒരു സ്ത്രീ ഇവിടെ തന്നെ വിളിക്കുകയുണ്ടായി. ആരോ നമ്മുടെ പ്രവർത്തകരുടെ അടുത്തുനിന്ന് നമ്പർ വാങ്ങിച്ചുകൊണ്ടാണ് വിളിച്ചത്. അവർ വിളിച്ചോ, നിങ്ങൾ ഷാജിമോനല്ലേ, BJPയുടെ ജനറൽ സെക്രട്ടറി അല്ലേ? വെച്ചു. അതെ, എനിക്ക് നിങ്ങളോട് സഹായം പറയാനുണ്ട്. ഞാൻ ചേച്ചി പറയൂ. ചേച്ചി, എന്റെ പേര് സജ്ന എന്നാണ്. ഇവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗഗാറിനെ എന്നെ പലതവണ പീഡിപ്പിച്ചോ. ഈ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പലതവണ പല സ്ഥലത്തും എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇപ്പോൾ അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. ആ സ്ത്രീക്ക് വെറ്ററിനറി കോളേജിൽ ജോലി വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നെന്ന് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു. എനിക്ക് പരാതിയുണ്ട്, ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പലതവണ
ഈ CPM ജില്ലാ സെക്രട്ടറി പീഡിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പരാതി കൊടുത്ത് പോലീസിൽ പരാതി കൊടുക്കുന്നു. അപ്പൊ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഗുരുവായൂരിൽ വെച്ച് ഞാനെന്നെ കൊണ്ടുപോയപ്പോൾ ഞാനിങ്ങനെ പ്രശംസയുണ്ടായിരിക്കും റോഡിൽ വെച്ച് പെട്ടെന്ന് ഇറങ്ങി ഓടേണ്ടി വന്ന എനിക്ക് ആ സമയത്ത് എന്റെ ഫോൺ അയാളുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്. തെളിവുകളല്ല അറിയാം. അത് മാത്രമല്ല കുറച്ച് തെളിവുകൾ കൂടി സംഘടിപ്പിക്കാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് ജീവന ഭീഷണിയാണ്. ചെറുപ്പം മുതൽ എനിക്ക് ഗതാറിനെ അറിയാം. ഗതാറിന് എന്ന് പറഞ്ഞാൽ പല കേസുകളിലും ഏർപ്പെട്ടിരിക്കും. ആ കേസിന്റെ സൂത്രധാരനാകുകയും അതിനുശേഷം മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് സമർത്ഥമായി പിൻവലിക്കുന്ന ഒരു പുരുഷായ മനുഷ്യനാണെന്ന് പറയുന്നത് പറഞ്ഞവരോട് നിങ്ങളുടെ ജീവന ഭീഷണിയാണെന്ന്. അധികം ഒരാഴ്ച സമയം മുതൽ പരാതി കൊടുക്കുന്നു. ആ സമയത്ത് ഖേദകരമായിട്ട് ഉത്തരവുണ്ടായി. ആ ഉരുൾപൊട്ടലിന് ശേഷം 3 ദിവസം കറണ്ടുണ്ടായില്ല. ചൂടുമായി താമസിക്കുന്ന ഞാനടക്കം മറ്റു സ്ഥലങ്ങളിലെ മാറി താമസിക്കുന്നത് കറണ്ട് വന്ന് ഞാൻ വെറുതെ ചാർജ് ചെയ്ത് ഫോൺ ഓൺ ചെയ്തൊക്കെ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് വന്ന് നടക്കുന്നു. സജന എന്ന് പറഞ്ഞ സ്ത്രീ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ആ സ്ത്രീയുടെ ഫോട്ടോ നമ്മൾ കണ്ടു. ഒരു ജനലഴിയിൽ കയറ് കെട്ടി ഒരു 5 അടി പൊക്കമുള്ള സ്ത്രീ കട്ടിലിന് ചാടിയിരിക്കുകയാണ്. ഒരു കാരണവശാലും അങ്ങനെ സ്ത്രീക്ക് മരിക്കാൻ കഴിയില്ല. ഇതിലുള്ള മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീയെ ഇവരുടെ ഭർത്താവ് അവിടെ എത്തുന്നതിന് മുമ്പ് ഇന്നത്തെ വൈത്തിരിയിലെ CPM നേതാക്കന്മാർ അങ്ങ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു വന്നു. ആരാണ് കൺസെന്റ് കൊടുത്തത്? CPM നേതാക്കന്മാര്. അതുകൊട്ടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് ഇവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചു വരുന്നു. CPM ജില്ലാ സെക്രട്ടറിയാണ് എന്റെ ഭാര്യയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന്. രണ്ടുപേർമാരും വലിച്ചിട്ട് മർദ്ദിച്ച് അയാളെ പോലീസ് സ്റ്റേഷനിൽ അയാളെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പോയപ്പോൾ ചോര ഒലിച്ച് നിൽക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാനാണ് ഇവിടുത്തെ പോലീസുകാരെ കൗൺസിലർ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു ഭരണത്തെ എങ്ങനെ ദുസ്വാധീനത്താൽ ഇവരിങ്ങനെ സ്വാധീനിച്ച് കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. അതിനുശേഷം നമ്മുടെ മണ്ഡല പ്രസിഡന്റ്, അന്നത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ഞാനന്ന് യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയാണ്, ഞങ്ങൾ രണ്ടുപേരുമാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. ഇങ്ങനെ ഈ ഗഗാറിൻ എന്ന് പറഞ്ഞ CPM നേതാവിന്റെ ദുസ്വാധീനത്താൽ വീർപ്പുമുട്ടി ഒരു രാവണൻ കോട്ടയായി മാറിയിരിക്കുകയാണ് ഈ വെറ്റിനറി കോളേജ്. ഈ വെറ്റിനറി കോളേജിൽ മറ്റൊരു സംഘടനയ്ക്കും തലയോർത്തി നോക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഇവിടെ നമ്മൾ വരുമ്പോൾ ബാനർ വെച്ചിരിക്കുന്നു CR സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട്. എന്താ ഈ CR സന്തോഷിന്റെ ചരിത്രം? കണ്ണൂരിലെ ഞങ്ങളുടെ പാവപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തകരുടെ ചോരയിൽ പൊതിഞ്ഞ മനുഷ്യനാണ് അയാൾ. അനവധി കേസുകളിൽ ഉണ്ടായിട്ട് അയാൾ രക്ഷപ്പെട്ടത് ഇവിടെ ആചരണത്തിൽ രേഖപ്പെടുത്തിയിട്ടാണ് CR സന്തോഷിന്റെ നേതൃത്വത്തിൽ ഉള്ള ഇവിടുത്തെ കുട്ടിപ്പട്ടാളം SFIയുടെ രാഷ്ട്രീയവുമാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്. നമുക്കറിയാം, 3 ദിവസം ഈ കുട്ടിയെ കസേരയിൽ കൈയിട്ട് കെട്ടിയിട്ടിട്ട് നെഞ്ചത്ത് ചവിട്ടി വീഴ്ത്തിയതിനു ശേഷം നെഞ്ഞത്ത് കയറി നിന്ന് ഉറക്കെ ചാടുക, മുദ്രാവാക്യം വിളിക്കുക, പാട്ട് പാടുക. ഏത് ലോകത്താണ് ആ സമയക്കാരാ നിങ്ങള്? ഏത് ലോകത്താണ്? ആത്മഹത്യക്ക് ശേഷം ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ വളരെ വേദനയോടുകൂടി പറയുമായിരുന്നു, ഒരു തരി അദ്ദേഹത്തിന്റെ വയറ്റിലില്ലായിരുന്നത്. 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ, ഒരു തരി വെള്ളം കൊടുക്കാതെ, ഒരു തുള്ളി കുടിനീർ കൊടുക്കാതെ പീഡിപ്പിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ആ പയ്യൻ ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഈ മനസാക്ഷി അനുവദിക്കുക? പണ്ട് സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ പാപ്പിനിശ്ശേരിയിലെ പാമ്പുകുളത്ത് കേന്ദ്രത്തിൽ തീയിട്ടപ്പോൾ സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അധപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന് പറഞ്ഞതുപോലെ, എടോ കമ്മ്യൂണിസ്റ്റുകാരാ, ഇനി നിങ്ങൾക്ക് അധപ്പതിക്കാൻ ഒരു കൊണ്ട് ഭൂമിയുടെ താഴേക്ക് പോകാനില്ല. ഒരു കുടിനീര് കൊടുത്തിട്ട് കൊല്ലാമായിരുന്നു നിങ്ങൾക്ക്. ഇതൊന്നും അംഗീകരിക്കാനാവില്ല. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ആദ്യമായി എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം അറിഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഈ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ച ഞങ്ങളുടെ പ്രമുഖ നേതാക്കളുണ്ട്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പ്രഫുൽ കൃഷ്ണ, അതുപോലെ തന്നെ സന്ദീപ് ജി വാര്യര്, സദാനന്ദേട്ടൻ, അതുപോലെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ഉത്തരമേഖലയുടെ പ്രസിഡന്റ് ജയേന്ദ്ര മാഷെ വളരെ ബഹുമാനത്തോടുകൂടി ഈ സമര പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ആദര നമസ്കാരം. വന്ദേ മാതരം. ബഹുമാന്യനായ ഷാജിമോൻ, BJPയുടെ വയനാട് ജില്ലാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ, BJPയുടെ സംസ്ഥാന സമിതി അംഗവും സംസ്ഥാന വക്താക്കളുമായ ശ്രീ സഞ്ജിത് വാര്യർ, മണ്ഡലത്തിന്റെ
ജനറൽ സെക്രട്ടറി ശ്രീ ശിവദാസൻ, മേഖലയുടെ ഉപാധ്യക്ഷനായ ശ്രീ ആനന്ദകുമാർ, ബിജെപിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ സദാനന്ദേട്ടൻ ഉൾപ്പെടെ വളരെ പ്രഗത്ഭരായ ഒരു നേതൃനിര തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ എത്തിച്ചേരാൻ തയ്യാറായിരിക്കുന്നു. ഒരുപക്ഷെ ഇതിന്റെ ഒരുപാട് പശ്ചാത്തലങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ പലരും ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ക്രൂരവും പൈശാചികവുമായ ഒരു കൂട്ടക്കൊല കേരളത്തിൽ നടന്നിട്ടുണ്ടാകുന്നു. നേരത്തെ ഷാജിബൻ പറഞ്ഞ മാതിരി ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ അതിക്രൂരമായി കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. ഒരു തുള്ളി വെള്ളം ആ മനുഷ്യന് കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ നെഞ്ചത്തും വയറ്റത്തും കയറി നിന്ന് സംഹാര താണ്ഡവമാടിയത് കേരളത്തിലെ മാനവികതയ്ക്ക് പേരുകേട്ട പിണറായി വിജയൻ താലോലിച്ച് വളർത്തുന്ന കേരളത്തിലെ SFIയുടെ ഗുണ്ടാ സംഘങ്ങളായിരുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു 20-22 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ പൂർണ്ണ നഗ്നനാക്കിയിട്ട് സഹപാഠികളായ 250 കുട്ടികളുടെ മുമ്പിൽ വെച്ച് നൂൽബന്ധം പോലുമില്ലാതെ ആ മനുഷ്യനെ നിർത്തിയിട്ട് മാരകമായി 3 ബെൽറ്റുകൾ പൊട്ടിത്തീരുന്നത് വരെ, അത് പൊട്ടി അവസാനിക്കുന്നത് വരെ ആ ചെറുപ്പക്കാരനെ കോമ്പസിലിട്ട് തല്ലി തകർത്തപ്പോഴും ഈ കോളേജിലെ വൈസ് ചാൻസലറുടെയും ഡീന്റെയും രജിസ്ട്രാറുടെയും അധ്യാപകരുടെയും SFI മേലാളന്മാരും ഒക്കെ കൈകൊട്ടി ആർത്തിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലല്ല, ഇവർ നാടിയങ്ങൾ 40 വട്ടം കുറ്റം പറയുന്ന ഗുജറാത്തിലല്ല. അവിടെ എങ്ങാനുമായിരുന്നെങ്കിൽ അവരിന്ന് ഈ ഭൂമുഖത്ത് ജീവനോട് അവശേഷിക്കുമായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ വീടുകൾ തികച്ചു നിരത്തുമായിരുന്നു എന്ന് കാലത്തെ പഠിച്ചു ഞാൻ ചൂണ്ടിക്കാണിക്കും. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാക്കി ഉടുപ്പിട്ട ഈ മേലാളന്മാരും ഈ സേനയും വയനാട്ടിലും പരിസര പ്രദേശത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അവരോട് ചോദിക്കുന്നു, രാവിലെ കെട്ടിയോരുടെ പ്രഭാത ഭക്ഷണം കഴിച്ച് സാറന്മാരെ നിങ്ങളൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വന്തം യൂണിഫോം ശരിയായിട്ടുണ്ടോ എന്ന് നോക്കാറില്ലേ? അപ്പോ ആ തലപ്പാവിന്റെ മുകളിലെ ചിഹ്നത്തിലേക്കൊന്ന് നോക്കണം. അത് അരിവാൾ ചുറ്റിക നക്ഷത്രമാണോ അതോ ഭാരതത്തിന്റെ അശോകസ്തംഭമാണോ എന്നല്ലേ ഇവിടെ ഞങ്ങളിപ്പോ തടയാനെത്തിയിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് നിങ്ങൾക്ക് തിന്നാൻ തരുന്നത് പിണറായി വിജയന്റെ വീട്ടിലെ നാളികേരം വിറ്റ് ഉണ്ടാക്കിയ മറിച്ച് ഞങ്ങൾ ഉൾപ്പെടെ ഈ സിദ്ധാർത്ഥ് ഉൾപ്പെടെ അവരുടെ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ ചങ്കിന് പിടിച്ച് കൊങ്കയ്ക്ക് പിടിച്ച് നികുതി വാങ്ങി ശമ്പളം തെറ്റുന്നവരാ നിങ്ങൾ. മഹാനായ അശോക ചക്രവർത്തി സ്വന്തം നിലനിൽപ്പ് പോലും അവഗണിച്ചുകൊണ്ട് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി സ്വന്തം വീട് വിട്ടിറങ്ങിയതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ആ അശോകസ്തംഭമാണ് എന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളെ തൊപ്പിയുടെ മോളിൽ വെച്ചിരിക്കുന്നത്. അത് താമരയല്ല, കൈപ്പത്തിയല്ല, അരിവാട്ടുത്തിയ നക്ഷത്രമല്ല എന്ന് ഒരു നിമിഷം ഓർത്താൽ നിങ്ങളൊക്കെ വാങ്ങിത്തിന്നുന്ന ശമ്പളം ഞങ്ങളുടെയൊക്കെ ഇവരുടെയൊക്കെ ചോരയും നീരുമാണ്. അത് കഫമായി മാറരുത് എന്നാണ് എനിക്ക് പോലീസുകാർ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇവരിവിടെ വന്നിപ്പോ നമ്മളെയൊക്കെ ഫോട്ടോ എടുക്കാനും നമ്മളെയൊക്കെ പ്രതിക്കൂട്ട് നിർത്താനും ഒക്കെ നടക്കുകയാണ്. നിങ്ങൾ അല്പം ശുഷ്കാന്തി കാണിച്ചിരുന്നെങ്കിൽ ഈ ഒരു ദുരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. ഞാൻ എന്റെ പോലീസുകാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് ആർക്കെങ്കിലും ഒന്നായിരുന്നു ഈ ഗതിയെങ്കിൽ നിങ്ങളുടെ മനോഭാവം ഇതായിരുന്നോ? പിണറായിയുടെ പൃഷ്ഠം താങ്ങി അദ്ദേഹത്തിന്റെ എല്ലാം ചെയ്തു കൊടുക്കുന്ന നിങ്ങളുടെ പദവിയുടെ മഹത്വം നോക്കണം. മഹത്തായ ഈ യാവനത്തിൽ ഭരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ജയകുമാറിനെ പോലെയുള്ള പ്രഗത്ഭരായ IAS ഓഫീസർമാർ ഭരിച്ച ഒരു കേരളത്തിലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ഓർമ്മ വേണം. പിണറായി വിജയന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ സ്ത്രീധനം കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല ഈ സ്വത്ത്. ഇത് കേരളത്തിന്റെ തനതായതാണ്. മാത്രമല്ല ഇതുറക്കെ ഞാൻ പറയും, ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരൊന്നും യോഗ്യതയുള്ളവരല്ല എന്നും അവർക്കെതിരായ കേസുകൾ പോലും നിലനിൽക്കുന്നു. ആരാണ് ഈ സുധീർ ബാബു? അദ്ദേഹത്തിന്റെ PhD എവിടുന്ന് കിട്ടിയതാ? ആ കോളേജിന്റെ നിലവാരം എന്താ? പൂർണ്ണമായും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഞാൻ എന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, ഇവിടെയൊക്കെ വിജിലൻസും നിങ്ങൾക്ക് രഹസ്യ വിഭാഗമൊക്കെ ഉണ്ടല്ലോ, എത്ര കാലമായി സാർ ഇവിടുത്തെ VC-യും ഇവിടുത്തെ ഡീനും അല്ലെങ്കിൽ ഇവിടുത്തെ രജിസ്ട്രാറും ഒക്കെ സ്ഥാപനം തിരിച്ചു നോക്കിയിട്ട് കുത്തഴിഞ്ഞ സ്ഥാപനമാണ് എന്റെ പ്രിയപ്പെട്ടവരെ
ഈ സ്ഥാപനം. എന്നെ മറ്റൊന്നുകൂടി അത്ഭുതപ്പെടുത്തുന്നു. ഓരിയിടുന്ന സാംസ്കാരിക നായകന്മാരെന്ന് വിളിക്കുന്ന കുറെ പട്ടിക്കൂട്ടങ്ങളും കേരളത്തിലുണ്ട്. അവരുടെ ആരെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കേട്ടോ? പട്ടി വെച്ചാൽ കുഴയ്ക്കുന്ന സാംസ്കാരിക നായകന്മാർ, അനങ്ങിയാൽ പിടയ്ക്കുന്നവർ. എന്തേ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ? എവിടെ പോയി ഒളിച്ചു ഇവർ? എവിടെ പോയി ഇവര് മുഖം പൂത്തി ഒഴുക്കുകയാണ് ഇവർ? തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യത്തിന്റെ പോലെ കേരളത്തിലെ സാംസ്കാരിക ലോകം, ഉദ്യോഗസ്ഥ വൃന്ദം അധപ്പതിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിൽ നിന്നുള്ള സിദ്ധാർത്ഥരെ, നേരത്തെ നടന്ന കൊലപാതകങ്ങൾ, ഇതിനകത്ത് നടന്ന വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ കാരണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഞാൻ ഒന്നുകൂടി പോയിരിക്കും. ഇവിടെ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നിട്ട് കേരളം ബഹുമാനം, കേരളം അർഹിക്കുന്നതായ പ്രതികരണം നടത്തുന്നില്ല. ഇവിടെ ഇതിനു പകരം ഒരു മനുഷ്യനെ കൊന്നതിനു പകരം ഒരു ഗണപതി ഹോമമായിരുന്നു നടന്നതെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ അത്തരമെന്തെങ്കിലും ആയിരുന്നു വിചാരിക്കുക. ഈ പോലീസ് സേവാന്മാര് വാലിന് തീപിടിച്ച വാനരന്മാരെ പോലെ ഓടി നടന്ന പ്രതികളെ പിടിക്കുമായിരുന്നു. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വന്നിട്ട് പ്രതികരിക്കാൻ വയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളെ നിയന്ത്രിക്കുന്നവരാരായാലും നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ കസേരയ്ക്ക്, ഈ കാക്കിക്ക്, തൊപ്പിയിൽ വെച്ച ചിഹ്നത്തിന് അപമാനമാകുന്നതിന് പകരം നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമായി മാറണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊരു തുടക്കമാണ്. ഈ മാർക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ നേതാക്കന്മാർക്ക് ഞാൻ വഴിമാറി കൊടുക്കുന്നു. വന്ദേ മാതരം, ഭാരത് മാതാ കീ ജയ്. പാർട്ടിയുടെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, സന്ദീപ് കൊല ചെയ്യപ്പെട്ടിട്ട് സിദ്ധാർത്ഥ് കൊല ചെയ്യപ്പെട്ടിട്ട് 10 ദിവസങ്ങൾ പിന്നിടുകയാണ്. സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞത് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ആ വിദ്യാർത്ഥി ഏറ്റുവാങ്ങിയത്. ചില സഹപാഠികൾ, മനുഷ്യത്വമുള്ള ചില സഹപാഠികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവർ അച്ഛനമ്മമാരോട് പറഞ്ഞത് ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമല്ല, ആത്മഹത്യയല്ല, നേരെ മറിച്ച് 100 കണക്കിന് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് പൂർണ്ണമാക്കി നഗ്നരാക്കിക്കൊണ്ട് ബെൽറ്റ് പൊട്ടുന്നവരെ അടിച്ച് പെരുവിരൽ കൊണ്ട് ശരീരത്തിന്റെ ഓരോ ഇഞ്ചിലും കുത്തി നോവിച്ച് അതിൽ ആഹ്ലാദം കണ്ടെത്തി അവൻ നിലവിളിക്കുമ്പോ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന മുദ്രാവാക്യം വിളിച്ച് ആവേശം പൂണ്ടവരായിരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥി സഖാക്കന്മാര്, SFIയുടെ സഖാക്കന്മാര്. താലിബാൻ തീവ്രവാദി സംഘടനകളെ പോലും മാനിക്കുന്ന രീതിയിലാണ് SFIയുടെ തെമ്മാടിക്കൂട്ടം, ആ നികൃഷ്ടന്മാർ ഈ ക്യാമ്പസിൽ പ്രവർത്തിച്ചത്. ഒരു സഹപാഠിയെ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ ചെയ്ത് ആൾക്കൂട്ടത്തിന്റെ നടുവിലിട്ട്, ആണിന്റെയും പെണ്ണിന്റെയും എല്ലാം നടുവിലിട്ട് അവന് ക്രൂരമായിട്ടുള്ള പീഡനത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ വിധേയനാക്കുക. എന്നിട്ടോ ഒരിച്ച് കുടിക്കാനുള്ള വെള്ളം കൊടുത്തോ? പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ തട്ടൂരത്തിന് വഴങ്ങാതെ സത്യസന്ധമായി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വെച്ചു. അവന്റെ വയറ്റിൽ 1 മണി അരിയില്ല. അവന്റെ അന്നനാളത്തിൽ, അവന്റെ വയറ്റിൽ ഒരു തുള്ളി വെള്ളമില്ല. 3 ദിവസമായി അവന് ജലപാനം കൊടുത്തിട്ടില്ല, ഒരു ഭക്ഷണം കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചോദിക്കുകയാണ്, അമ്മ ചോദിക്കുകയാണ്, SFIക്കാരാ, നരാധവന്മാരാ, നിങ്ങളോട് ഒരിച്ച് വെള്ളം കൊടുക്കൂടായിരുന്നോ എന്റെ മോന്? ഒരിച്ച് ഭക്ഷണം കൊടുക്കൂടായിരുന്നോ എന്റെ മോന്? ഞാൻ ഗൾഫിൽ ഇരുന്ന് കഷ്ടപ്പെട്ടത് എന്റെ മോൻ നല്ലോണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്, അവൻ നല്ല നിലക്കാകാൻ വേണ്ടിയാണ്. അവൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഈ SFIയുടെ ക്രിമിനലുകളുണ്ടല്ലോ, ആ ക്രിമിനലുകൾക്ക് എന്ത് തോന്നിവാസവും ഈ ക്യാമ്പസിനകത്ത്, വെറ്ററി ക്യാമ്പസിനകത്ത് നടത്താനുള്ള എല്ലാ വിധത്തിലുള്ള ലൈസൻസ് കൊടുക്കുന്നതോ ഇവിടെ നാരായണൻ എന്ന് പറയുന്ന ഒരു ഡീനുണ്ട്. CPMന്റെ നേതാക്കന്മാർക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് ഈ നാരായണൻ. എടാ നാരായണ, നിനക്കുമില്ലേ മക്കള്? നിന്റെ ഏതെങ്കിലും ഒരു മകനാണ് ഈ ഗതി വന്നതെങ്കിൽ നാരായണ നിങ്ങൾ സഹിക്കുമോ? ഈ നാരായണൻ ഈ വിദ്യാർത്ഥിയുടെ അലറി വിളിച്ചുള്ള കരച്ചിൽ എത്ര തവണ കേട്ടിരിക്കുന്നു? സഹപാഠികൾ പറഞ്ഞതോ ദീന് കേട്ടിട്ടുണ്ട്, ദീന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവനെ കൊന്നത് അവൻ ആത്മഹത്യ ചെയ്തതല്ല, നേരെ മറിച്ച് ഇവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും ഇവിടുത്തെ യൂണിയൻ ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് പറയുന്നത് സിദ്ധാർത്ഥിനെ. അങ്ങനെ കെട്ടിത്തൂക്കിയതാ, അല്ലാതെ സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അച്ഛനും അമ്മയും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ, അവരോട് സ്നേഹമുള്ള സഹപാഠികൾ. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഡീനിനെ പോലുള്ള ചില ആളുകളുണ്ട്,
ഈ ഒരു ക്യാമ്പസിനെ നിയന്ത്രിക്കുന്നവർ നേരത്തെ മാഷ് സൂചിപ്പിച്ചല്ലോ, പെട്ടിക്കടകളിൽ നിന്ന് കിട്ടുന്ന PhD ബിരുദങ്ങൾ കൊണ്ട് ഒരു ലേബ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് PhD എടുത്ത ചില മഹാന്മാർ ഇവിടെ ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റി അവിടെ ലേബ് പോലും ഇല്ല എന്നാ അറിയാൻ സാധിച്ചത്. അവിടെ നിന്ന് കിട്ടിയ PhD-യുമായിട്ടാണ് ഇവിടെ ഭരണം നിയന്ത്രിക്കാൻ നടക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന നിയമനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ നിയമനങ്ങളാണ്. CPM-ന് വേണ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി എന്ത് വിടുപണിയും എടുക്കുന്നവർ അവരാണ് ഇവിടെ 10,000-കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന തസ്തികകൾ കയറിയിരുന്നു കൊണ്ട് CPM-ന് വേണ്ടി വിടുപണി എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ചോ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഇവിടെയുള്ള അധ്യാപകർ, ഇവിടെയുള്ള അനധ്യാപകർ, അവരുടെ അക്കാദമിക യോഗ്യതകളെ കുറിച്ചോ സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇത് വലിയ മാനങ്ങളുള്ള ഒരു കേസാണ്. ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ചോ വിചാരണ ചെയ്തോ ഒരാളെ കൊല്ലുക, എന്നിട്ട് കെട്ടിത്തൂക്കുക. ഇവിടുത്തെ പോലീസുകാര് ഞങ്ങളോട് കാണിക്കുന്ന തിണ്ണമെടുക്കുന്നുണ്ടല്ലോ. ഞങ്ങളിവിടെ കയറി വന്നപ്പോൾ മുതൽ ചൊറിച്ചിൽ തുടങ്ങിയതാണ് ചില പോലീസേമാർക്ക്. ഞങ്ങളോട് കാണിക്കുന്ന ഈ തിണ്ണമെടുക്ക് നിങ്ങൾ SFI-ക്കാരോട് കാണിക്കണം. നിങ്ങൾ ഈ കൊലപാതകം നടന്നിട്ട് നിങ്ങൾ ആ ഡെഡ് ബോഡി ഇൻക്വസ്റ്റ് നടത്തിയല്ലോ. ആ ഇൻക്വസ്റ്റ് നടത്തിയപ്പോ പോലീസുകാരാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ബോഡിയിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്ന്? അതേത് പൊട്ടന് മനസ്സിലാവുമല്ലോ. അത്ര വലിയ പൊട്ടന്മാരാണോ ഈ വയനാട്ടിലെ പോലീസുകാര്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ മരണം ആദ്യഘട്ടത്തിൽ സ്വാഭാവിക മരണമാക്കി മാറ്റിയത്? അല്ലേ? ഈ പോലീസ് കണ്ടെത്തിയത്, വയനാടിലെ ചില പോലീസ് വിദ്വാൻമാർ കണ്ടെത്തിയത് ഇത് സ്വാഭാവിക മരണമാണ് എന്നാണ്. പക്ഷേ പിന്നീട് UGC-ക്ക് പരാതി പോകുന്നു. ഇവിടെ മനുഷ്യത്വമുള്ള ചില വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളാണ് UGC-ക്ക് പരാതിപ്പെടുന്നത്. ആന്റി റാഗിംഗ് സെല്ല് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു. അപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോ അന്വേഷണം വന്നു. അസ്വാഭാവിക മരണമായി മാറുന്നു. പോലീസ് ചില കാര്യങ്ങൾ തിരുത്തേണ്ടി വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ സിദ്ധാർത്ഥിന്റെ മരണം ഒരു സ്വാഭാവിക മരണമായി അവശേഷിക്കുമായിരുന്നു, തീർക്കുമായിരുന്നു. ആ ഡീന്റെ ഓഫീസിൽ അന്ന് രാത്രി മരണമുണ്ടായപ്പോ വലിയ തിരക്കട്ട മീറ്റിംഗുകളായിരുന്നല്ലോ. ഇവിടുത്തെ CCTV എന്താ കേരളത്തിലെ പോലീസ് പരിശോധിക്കാത്തത്? നിങ്ങൾ ആ ഡീന്റെ ഉൾപ്പെടെയുള്ള CCTV-കൾ പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ വസതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ CCTV-കൾ നിങ്ങൾ പരിശോധിക്കാം. ഈ കേസ് തേച്ചു മാച്ചു കളയാൻ ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഒരു അലവലാതിയുടെ പേര് പറഞ്ഞല്ലോ, ഗഗാറിൻ. ആ ഗഗാറിൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കേസ് തേച്ചു മാച്ചു കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മൂക്കിന്റെ തുമ്പത്താണ് പ്രതികൾ. നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഇതിലെ യഥാർത്ഥ പ്രതികൾ CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അവരിന്നും കാണാമറയത്ത് നിൽക്കുകയാണ്. ഞങ്ങളിപ്പോ വന്നപ്പോ വളരെ സമാധാനപരമായിട്ടൊക്കെയാ പോലീസുകാരാ വന്നത്. പക്ഷേ ഇനിയും 1-2 ദിവസം കൂടി ഞങ്ങൾ കാക്കും. നിങ്ങൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു വരുത്തുകൂടി ഈ പൂക്കോട് വെറ്ററി കോളേജിലേക്ക് ഞങ്ങൾ വരും. ആ വരുത്ത് പോലീസുകാരെ നിങ്ങൾ ഈ 5-10 പോലീസുകാരെ കൊണ്ട് തടയാൻ പറ്റില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിദ്ധാർത്ഥിന് നീതി വേണം, ആ കുടുംബത്തിന് നീതി വേണം. പ്രതികളെ അറസ്റ്റ് ചെയ്യണം. SFI എന്ന് പറയുന്ന തെമ്മാടിക്കൂട്ടങ്ങൾ, ആ തെമ്മാടിക്കൂട്ടങ്ങളെ, ആ ആർഷോ കൂട്ടങ്ങളെ നിലക്ക് നിർത്താൻ കേരളത്തിന്റെ പൊതുമനസ്സ് തയ്യാറാകണം. ഇവിടെ സാംസ്കാരിക നായകന്മാരുടെ വായിൽ പഴം തിരികിയിരിക്കുകയാണ്. ഒരൊറ്റ സാംസ്കാരിക നായകന്മാരും മിണ്ടുന്നില്ല. സാംസ്കാരിക നായകന്മാരെന്ന് പോലും അവരെ പേരെടുത്ത് വിളിക്കാൻ പറ്റില്ല. അത്രയേറെ നികൃഷ്ട ജീവികളായ ചില ഇടതുപക്ഷ സാംസ്കാരിക ജീവികളുണ്ട്. അവർക്ക് പതക്കങ്ങൾ വേണം, അവർക്ക് അവസരങ്ങൾ വേണം. അതുകൊണ്ട് അവര് മുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടത്തിന് BJP-യും യുവമോർച്ചയും ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. യോഗത്തിന്റെ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായിട്ടുള്ള ജയന്തന്മാർ അടക്കമുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, നമസ്കാരം. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ കലാലയ ചരിത്രങ്ങളിലെ ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും വേദനാജനകമായിട്ടുള്ള കൊലപാതകത്തിനാണ് വയനാട് സാധ്യത. ആ കൊലപാതകത്തിൽ അധികമായി അത് മൂടിവെക്കാൻ വേണ്ടി ഇവിടുത്തെ സിസ്റ്റം, സർക്കാരും പോലീസും അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇന്ന് പകൽ പോലെ വ്യക്തമായിരിക്കും. ഞാനിവിടെ നേരത്തെ നേതാക്കന്മാർ സൂചിപ്പിച്ചതിൽ നിന്ന് കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കൊലപാതകത്തിന് പിടിക്കപ്പെട്ട വിദ്യാർത്ഥികളായിട്ടുള്ള SFI ക്രിമിനലുകളെക്കാൾ വലിയ ക്രിമിനലുകൾ
വാസ്തവത്തിൽ ഈ കൊലപാതകം നടത്താൻ വേണ്ടി എല്ലാ സൗകര്യവും ഒരുക്കിക്കൊടുത്ത ഇവിടുത്തെ ഡീൻ നാരായണനും അതുപോലെ ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ തെളിവുകൾ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഗഗാറിനുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടുത്തെ വാർഡനായിട്ടുള്ള ലിബ എന്ന് പറയുന്ന സ്ത്രീയെ വിളിച്ചു വരുത്തി പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ കൊലപാതകം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത് ഗഗാറിനാണ്. ഗഗാറിന്റെ കൈകളിലാണ് ചോര പുരണ്ടിട്ടുള്ളത്. ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ ഷാജഹാൻ ആണെങ്കിൽ ആ ഷാജഹാന്റെ മറ്റൊരു പതിപ്പാണ് വയനാട്ടിലെ ഗഗാറിൻ എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഈ കൊലപാതകത്തിൽ പ്രതി ചേർക്കേണ്ടത് ഗഗാറിനെയും ഡീൻ നാരായണനെയുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ആ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ ഉത്തരവാദിയായിട്ടുള്ള ഡീൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? SFIയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ MK നാരായണൻ. SFIയുടെ പരിപാടികൾ നേരിട്ട് പോയി ഉദ്ഘാടനം ചെയ്യുന്ന നാണം കെട്ട ഒരു ഡീനാണ് ഈ യൂണിവേഴ്സിറ്റി ഈ കോളേജിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ഒരു SFIക്കാരൻ മാത്രമാണ് ഇവിടുത്തെ ഡീൻ. അയാൾ തന്നെയാണ് ഈ കൊലപാതകം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുള്ളത്. 18-ാം തീയതി ഈ യുവാവ് കൊല്ലപ്പെട്ടതിന് ശേഷം നിരവധി ദിവസങ്ങൾക്ക് ശേഷം 6 ദിവസങ്ങൾക്ക് ശേഷം ABVP ഉപരോധം നടത്തിയതിനു ശേഷം മാത്രമാണ് ഇവിടുത്തെ അധികാരികൾ ആ കുടുംബവുമായി ബന്ധപ്പെടാൻ തയ്യാറായത്. ഇതിലും നാണക്കേട് മറ്റെന്താ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഗഗാറിനടക്കമുള്ള ഡീൻ നാരായണനടക്കമുള്ളവരെ കൂടി ഈ കൊലപാതക കേസിൽ പ്രതി ചേർക്കാതെ ഈ സമരത്തിൽ നിന്ന് BJP പുറകോട്ട് പോവില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വന്ദേ മാതരം.